രാവിലെ ഓടിക്കടാ നിങ്ങളൊക്കെ വീട്ടിലിങ്ങനെ അടിയന്മാരിങ്ങനെ കുളിപ്പിച്ചൊക്കെ തരുമോ? ചെറിയ പടക്കം മതിയായിരുന്നു, ഒരു ചെറിയ പടക്കം അല്ല ഇത്രയും പൊട്ടത്തില്ലെന്നല്ലോ. വല്യവണ മേളിലോട്ട് പൊട്ടു എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ പൊട്ടണ മാത്രമൊന്നും കണ്ടില്ല. നിന്റെ കാറ് മാത്രം ഞാൻ കേട്ട്. അമ്മയുടെ കൂട്ടുകാർ വീഡിയോ ഉണ്ടോ? അമ്മ സപ്പോർട്ട് ചെയ്തു. അവർക്ക് സ്നേഹം കൂടുതലുകൊണ്ട് പറയുന്നുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവരും വിശേഷം അറിഞ്ഞു കാണുമല്ലോ. നമ്മുടെ റൈറ്റ് ഹാൻഡിന് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മൾ വിഷുവിന് ജസ്റ്റ് ഒന്ന് പൂക്കുറ്റി പൊട്ടിച്ചതാണ്. എൻ്റെ അശ്രദ്ധയാന്ന് തോന്നുന്നു, ആ ടൈമിംഗ് ഒന്ന് പാളി. സംഭവം നന്നായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ ജസ്റ്റ് മിസ്സാണ് കേട്ടോ. ഈ വീഡിയോ ഇറങ്ങിയ ശേഷം എൻ്റെ കൂട്ടുകാരെ പറ്റി നമ്മുടെ മനു ഇല്ലേ, മറ്റേ വീഡിയോ ഒക്കെ എന്നോട് വരുന്ന അവൻ ഇത് കണ്ട ഫസ്റ്റ് ചോദ്യം പറഞ്ഞാൽ നീ തട്ടിപ്പോയെന്ന് ചോദിച്ചത്. കാര്യം അത്രയ്ക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഉണ്ടായത്. രാത്രി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത്. ഇപ്പോൾ പ്രശ്നമൊന്നും വേറൊന്നുമല്ല, നമുക്ക് ഈ കൈ ഇപ്പം ഒന്ന് മടക്കുന്ന ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്റ്റിഫായിട്ട് ഈ കൈ. ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ് മാക്സിമം ഒന്ന് മടക്കാൻ ശ്രമിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ അതുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. നമുക്ക് ഈ ഇത്രയും ലെവലിൽ മടക്കാൻ പറ്റത്തുള്ളൂ. കുറച്ചുകൂടെ ഫോഴ്സ് ചെയ്യുമ്പോൾ നല്ല പെയിനുണ്ട്. അപ്പോൾ പതുക്കെ വേണം കൈ ഒന്ന് മടക്കിയെടുക്കാൻ. മടക്കിയില്ലെങ്കിൽ പ്രശ്നം കഴിഞ്ഞാൽ പിന്നെ അത് സർജറിയും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് അങ്ങനെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ പതുക്കെ നമ്മളിപ്പോൾ കൈ ഒന്ന് മടക്കി നോക്കുന്നത്. നല്ല പെയിനുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1.5-2 മാസം എടുക്കുന്നു കംപ്ലീറ്റ് ഒന്ന് മാറാൻ വേണ്ടി. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇൻഡോർ വീഡിയോസ് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ ചോദിച്ചു ടിങ്കു എന്ത് ഈ അമ്മ എന്തിൻ്റെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡെയിലി ലൈഫ് എടുക്കാമെന്ന് കരുതി. വേറൊന്നുമില്ല, ഈ ഒരു കൈ വെച്ച് നമുക്ക് എങ്ങനെ ഈ ദിവസം ഒന്ന് കഴിഞ്ഞ് കൂടുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പക്ഷേ ചില ആൾക്കാരൊക്കെ പറഞ്ഞു എന്തോ ദൈവ ഭാഗ്യം ഉണ്ടെന്നാണ് പറയുന്നത്. കാര്യം അത് നിങ്ങൾ ആ റീൽസ് കണ്ട ആൾക്കാരെ മനസ്സിലാവും. നമ്മൾ കത്തിച്ചോടണം പെട്ടെന്ന് മുഖം ഒന്ന് ബാക്കിലൊക്കെ വലിച്ചായിരുന്നു. മുഖം വലിച്ചില്ലായിരുന്നെങ്കിൽ അവസാനം കറക്റ്റ് മുഖത്തേക്ക് അടിച്ചായിരുന്നു. മുഖത്തേക്ക് അടിച്ച പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നെങ്കിൽ മുഖം പൊള്ളും, അല്ലെങ്കിൽ നമ്മുടെ കാര്യം തീരുമാനമാവും. എന്തോ ഭാഗ്യത്തിന് മുഖത്തിന് അടിച്ചില്ല, കൈക്കാണ് കിട്ടിയത്. എന്തായാലും നല്ല സംഭവം, നല്ലൊരു വിഷു ആയിരുന്നു. അതുകൊണ്ടുള്ള വിഷു ആഘോഷമൊന്നുമില്ല. അപ്പം ഇന്നത്തെ ഈ കൈ വയ്യാത്ത ഒരു ദിവസത്തെ നമ്മുടെ കലാപരിപാടികൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ. അതുകൊണ്ട് നമ്മൾ ടിങ്കുവിനെ അമ്മേനെയൊക്കെ ഒന്ന് കാണിക്കാം. അപ്പം അവർ താഴെയുണ്ട്, നമുക്ക് അവരെ ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, ബാ. രാവിലെ വായിട്ട് നോക്കാൻ നടക്കുവേ എന്തോ കുഞ്ഞ് രാവിലെ ഓടിക്കടാ ഓനെ അങ്ങനെ ഓടിക്കാതെ തത്തിയെടുത്തോണ്ട് ഓടുന്നു. ഓടരുത്, തത്തി ഓടരുത്. കൊള്ളത്തില്ല. ഓക്കെ, ഉള്ള കൂലി എല്ലാം പറ്റിച്ച് കീറിയിട്ടുമുണ്ട്. അതേതാ പെൺപട്ടി? നമ്മുടെ വീട്ടിൽ വന്നു ആരാണ് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നത്? ഓടിച്ച് നോക്കി ആരാണ് അയ്യോ പോയി ടിങ്കു അവളെന്താ മിണ്ടുന്നില്ല? അവളെന്താ മിണ്ടുന്നെ? വേണ്ട, അവള് പൊക്കോളും. ബാ കുഞ്ഞൊന്നും ചെയ്യണ്ട, വാ. വെറുതെ ഇടിമേടിച്ച് കൂടണ്ട, വാ. അവളെ നല്ല ഇടി കിട്ടും. ബാ എന്നെ മുത്ത് വേറെ ഇടിയൊന്നും മേടിച്ച് കൂട്ടല്ലേ. അണ്ണൻ ഒന്നാ വയ്യായിരിക്കും. വാ, പിടിച്ച് മാറ്റാൻ പറ്റത്തില്ല. വാ വേണ്ട, സമാധാനം. സമാധാനം. മതിയടാ, മതി. വാ, ഇതിന് പേടിയില്ലടാ.
അത് അങ്ങനെ മാന്തിയാണ് കീറത്തില്ല. വാ ഇതാ വന്നു വാ. വേണ്ട വേണ്ട വാ. തിങ്കളുടെ ബാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ വെച്ചാൽ ഭയങ്കര പ്രശ്നമൊക്കെ എന്തെല്ലാം നെട്ടിമറിച്ചിടും. എന്റെ കൂലിയെല്ലാം ഉണ്ടാടാ. കൂലിയൊക്കെ ഒന്നും ചെയ്തോ കുഞ്ഞിനെ നിന്നെ കുളിപ്പിച്ചല്ലേ? വെറുതെ നാട്ടുകാർ എന്നെ എങ്ങനെ പറയണത്. നിങ്ങളൊക്കെ വീട്ടിലിങ്ങനെ അടിയന്മാരിങ്ങനെ കുളിപ്പിച്ചൊക്കെ തരുമോ? ചെറിയ പടക്കം മതിയായിരുന്നു. ഒരു ചെറിയ പടക്കം അല്ല ഇത്രയും പൊട്ടത്തില്ലെന്നല്ലേ. വല്യവണ മേളിലോട്ട് പൊട്ടുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ പൊട്ടണ മാത്രമൊന്നും കണ്ടില്ല. നിന്റെ കാറ് മാത്രം ഞാൻ കേട്ട്. അത് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു കേട്ടോ ഈ പടക്കം പൊട്ടിയപ്പോഴേ. നാട്ടിൽ നോക്കിയപ്പോ വീടിന്റെ മേലെ പുകയൊക്കെ വരുന്നു. കുറച്ച് മസാലകൾ വറുത്തെടുക്കായിരുന്നു. ഉച്ചത്തേക്ക് അറിയാൻ കണ്ടാ. ഇന്നലെ ഈ കൈ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏത് മറ്റേ ഇൻജക്ഷൻ്റെ ഒരു ട്രിപ്പിൾ സംഭവം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇന്നലെ അത് ഊരി മാറ്റിയത്. ഇത്ര കൊണ്ട് ഇന്നും കൊണ്ട് ഉണ്ടോ? ഇന്നില്ലല്ലോ. ഇൻജക്ഷൻ ഇല്ല. ഇന്ന് എല്ലാ ദിവസവും ക്ലീനിങ് കൊണ്ട് ഇപ്പോൾ ഡീപ് ക്ലീനിങ്. വൈകുന്നേരം കൊണ്ട് കൈ ഒന്ന് ക്ലീൻ ചെയ്യണം ഹോസ്പിറ്റലിൽ. അതായത് ഇത് നൈറ്റാകുമ്പോൾ പോയാൽ മതി. ഇന്ന് അതായത് ഈ സംഭവം കണ്ട ഇപ്പം ഇവിടെ ഇപ്പോൾ ഒരുമാതിരി ഒരു മഞ്ഞ ഷെയ്ഡുണ്ട്. ഇതെല്ലാവരും ക്ലീൻ ചെയ്ത് കളയും. എന്നിട്ടേ പുതിയ തൊലി വരത്തുള്ളൂ. അപ്പോൾ അതുവരെ ഡെയിലി ക്ലീനിങ് ഉണ്ട് അവിടെ ഹോസ്പിറ്റലിൽ. അങ്ങനെ വേദന കേട്ടത്. ഞാനൊന്ന് പോകുമ്പോൾ കാണിച്ചു തരാം. കൂടിപ്പോവും. പക്ഷെ സഹിച്ചിരിക്കണം. കരയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഒരുമാതിരിപ്പെട്ട കൈയൊന്നും പൊട്ടുമ്പോഴും കരയാതെ. പക്ഷെ ഇത് ഈ സാധനം പൊള്ളി ശരിക്കും ഞാൻ കൂടിയില്ല. കാര്യം നമ്മൾ വിചാരിക്കുന്ന അപ്പുറമായി കരിമരുന്ന് കൊണ്ടുള്ള ഈ ഒരു പൊള്ളരെ നല്ല വേദനയായിരുന്നു. ഞാൻ ഇവിടുന്ന് കൂവി താഴത്തേക്ക് ഇറങ്ങി. പിന്നെ എന്താ ഐസ് കിട്ടണം. ഐസ് ചെറിയ ചെറിയ പാത്രത്തിൽ ഐസ് ക്യൂബ് ഇട്ട് ഐസ് വെള്ളം വെച്ചിട്ട് കൈ എടുത്ത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഈ കൈ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് കൈ പൊക്കി നല്ല വീട്ടിലായിരുന്നു. പിന്നെ അവിടെ ചെന്ന് എന്തൊക്കെയോ ഇഞ്ചക്ഷനൊക്കെ എടുപ്പിച്ച് വേദന കുറയാന്നൊക്കെ പറഞ്ഞു. ഒരു രാത്രി 12 പോയത് ഞാൻ അവിടെ വന്ന് പോവുമായിരുന്നു. പിന്നെ ഒരു 2 മണിയായപ്പോൾ കുറഞ്ഞ വേദന. ഇപ്പോഴും വേദന. ക്ലീൻ ചെയ്യുമ്പോൾ നല്ല വേദനയാണ്. പുതിയ തൊലി പോലെ സാധനം വരും. അത് ക്ലീൻ ചെയ്ത് കളയും. കാര്യം അവർ പറയുന്നത് പറഞ്ഞാൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ വേറെ വരും തൊലി ഷേപ്പ്ലെസ് ആയിട്ട് വരുമെന്ന് പറയുന്നത്. ഞാൻ കുറേ പണിയുണ്ട്. എന്തായാലും സഹിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇന്ന് വൈകുന്നേരം ഉണ്ട്. 7 മണിക്കാണ് പോണത്. അപ്പോൾ അതും കാണിച്ചു തന്നെ കേട്ടോ. ആകെ 2 കൈയേ ഉള്ളൂ. മറ്റേ സൈമൺ നാടാരാ? സൈമൺ നാടകി മാണിക്കും. എന്നാ സുഖം. നീ അണ്ണനെ കൈ റെഡിയാക്കി കഴിഞ്ഞാൽ നീ തന്നെ നമ്മളെ തട്ടാകത്തിലൊക്കെ വഴി അറിയാലേ. അണ്ണന്റെ കൈ ഒക്കെ ആകുമ്പോഴേ നീ തന്നെ കുളിപ്പിച്ചോ. ഇവിടെ എന്നെ ആര് കുളിപ്പിക്കുന്ന ഓർത്തിരിക്കും. എപ്പോഴും നിനക്കൊരു ബ്രേസ്ലെറ്റ് തയ്ച്ചിട്ടാണ്. ഒരു 39 മതി കേട്ടാ. 39, 38 നമുക്ക് തയ്ച്ചെടുക്കാം. അമ്മയോട് പറയാം. ജിമ്മി ആയതോട് തുടങ്ങണ്ടേ? ജിമ്മി ആയതോട് തുടങ്ങി. 2 വർഷമായിട്ട് ജിമ്മ് കറക്റ്റ് പോകാൻ പറ്റുന്നില്ല. പോകുക. മുടി കാണണം എനിക്ക്. ഇവിടെ കളഞ്ഞ മുടിയൊക്കെ ആവശ്യമുണ്ട്. ട്രിമ്മി കളഞ്ഞാൽ മുടിയൊന്നും കളയണ്ട. കൊല്ലാക്കോലെയാ. താടി ഞാൻ പരീക്ഷണാർത്ഥം ഞാൻ 3-4 വര വരക്കട്ടെ. ഇവിടെ ഇത്രയും കട്ടി തുടങ്ങി. ഇവിടെ ഇത്രയും കട്ടിയിട്ട് ഇവിടെയും കട്ടി. ഒന്നും ചെയ്യണ്ട. അപ്പൊ യൂട്യൂബിൽ മറ്റേ അസ്മർ ചെയ്യത്തില്ലേ? തല തിരിഞ്ഞ ഒരു തിരി ഇവിടെ, ഒരു തിരി ഇവിടെ. ഒന്നും ചെയ്യാം. വീട്ടിൽ അമ്മ വരുമ്പോ അണ്ണ കോമയിരിക്കും. മര്യാദക്ക് 2 ഗെയിം കളിക്ക് വരും. നീ വിളിച്ചു വരുത്തിയതാ. നീ അനുഭവിക്കണം. അടുത്ത വിഷയം നമുക്ക് ഗുണ്ട് മേടിക്കണം. ഒരു അടിക്ക് പോകും. നീ ഭിത്തി കയറും. അപ്പൊ ഞാനും വിളിക്കണ്ടേ? ഞാനും വിളിക്കാം. നിന്നെ വെള്ളത്തിൽ മുക്കിയെടുക്കാം. കായൽ എറിയാ. നീ തിരിച്ചു വന്നാൽ നിന്നെ കുളിപ്പിക്കും. ഇതാണ് ഇവിടെ നമ്മളെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച്. പരവ് വാർത്ത 2 ഉണ്ട്. പിന്നെ നമ്മുടെ ചീരത്തോരൻ, പിന്നെ ബീഫുണ്ട്, പിന്നെ തന്നെ പുളിശ്ശേരിയാണ്, തക്കാളി മാങ്ങി ഒളിച്ചേറിയുണ്ട്, പിന്നെ ചോറുണ്ട്. ഒഴിച്ചോ. ഇപ്പോൾ ഡയറ്റൊന്നും നോക്കുന്നില്ല ഇപ്പം. അമ്മ പറയുന്നത് ഞാൻ ക്ഷീണിച്ച് അസ്ഥികൂടം പോലെ ഇരിക്കുമെന്ന് പറയുന്നത്. എന്താ കഴിക്കും. ഇതൊക്കെ നമുക്ക് കഴിക്കരുത്. ഈ ഒരു സാധനമാണ് കളി ഉണ്ടാക്കുന്നത്. കഴിക്കുന്ന ടാസ്ക്കാണ്. കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ കഴിക്കാനേ പറ്റുള്ളൂ. ഒന്ന് ഉത്സാഹിച്ച്
നീ എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് കുഴച്ച് അങ്ങ് കഴിച്ചേ. കുഴച്ച് കഴിക്കണം. പിന്നെ കഴിക്കാം. വിളിച്ചു ചോദിക്കാം. ഡോക്ടറെ എപ്പോഴും അവിടെ നോക്കാം. ഡോക്ടറൊന്ന് കാണിക്കണം. ഒരു ഡ്രസ്സും ചെയ്യണം. എനിക്ക് തോന്നുന്നു 2-3 ഡ്രസ്സും കൂടെ കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ചെയ്യാവുന്ന പരുവാന്ന് തോന്നുന്നു കണ്ടിട്ട്. അത്യാവശ്യം പുറത്ത് വരുന്ന ഡോക്ടർ പറഞ്ഞത് 1-2 കൂടെ ചെയ്യേണ്ടി വരും അവിടെ പോയി ക്ലിനിക്കിൽ പോയി. വരുമ്പോൾ ഓക്കെയാണ്. നടക്കാൻ തോന്നില്ല. അമ്മ വരുത്താ. അതേ പറ്റത്തുള്ളൂ. കുഞ്ഞാര ഇനി അതേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ വൈകുന്നേരം പോയിരിക്കും ഇതും കൊണ്ട്. എൻ്റെ പഴവള കുട്ടിക്കല്ലേ എന്തിന് അങ്ങനെ ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്ന ഓർത്തപ്പോൾ ഇത്രയും വിചാരിച്ചില്ല. ആരാ പറഞ്ഞ ദിവസം പറഞ്ഞ അസുഖം പോലെ ആയിപ്പോയിരുന്നു? ആരാണ്? അമ്മയുടെ കൂട്ടുകാർ. വീഡിയോ ഉണ്ടോ? അമ്മ സപ്പോർട്ട് ചെയ്തു. അവർക്ക് സ്നേഹം കൂടുതലുകൊണ്ട് പറയുന്നുണ്ട്. എന്തൊക്കെ ലക്ഷറി ലൈഫാ. കുളിപ്പിക്കുന്ന അനിയൻ, ആഹാരം വാരുത്തുന്ന അമ്മ, പട്ടിയല്ല ടിങ്കൂട്ടെ. ബാക്കിൽ നിന്ന് ഉറങ്ങുക. വിളിക്കല്ലേ തകർക്കും. ആശ രാവിലെ ഉറക്കുക. സ്ഥിരം പരിപാടിയാകാം. കൈമാറിയിട്ട് നീ കുളിപ്പിച്ചെന്നാ മതി. പുറത്ത് തന്നെയുണ്ട്. നാളെ വേദന അല്ലേ? ഡോക്ടർ ഒന്ന് കണ്ടിട്ടെന്താ പറഞ്ഞു? വന്നിട്ട് സാധാരണ ചെയ്യുമ്പോൾ ചെയ്യാൻ പറഞ്ഞു. ഈ ബ്ലഡ് വരുന്നത് അതിന് രക്തോട്ടമൊക്കെ തുടങ്ങിയതുകൊണ്ട്. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.